റിലീസിന് മുൻപ് തന്നെ മമ്മൂട്ടിയുടെ തെലുങ്ക് ചിത്രം യാത്ര വാർത്തകളിൽ നിറയുകയാണ്. തമിഴിൽ പേരൻപം മികച്ച വിജയം നേടിയതിനു പിന്നാലെ യാത്രയ്ക്ക് വരവേൽപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് എല്ലാവരും. ഇപ്പോൾ വലിയ റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് യാത്ര. യാത്രയുടെ റിലീസിന് മുൻപായി റെക്കോർഡ് തുകയ്ക്കാണ് ആദ്യ ടിക്കറ്റ് വിറ്റുപോയത്. അമേരിക്കയിൽ നടന്ന ലേലത്തിൽ 4.5 ലക്ഷത്തിനാണ് ടിക്കറ്റ് വിറ്റുപോയത്. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായാണ് ടിക്കറ്റ് ലേലത്തിൽ വെച്ചത്. അമേരിക്കയിൽ നടന്ന ലേലത്തിൽ നിന്ന് ലഭിച്ച തുക YSR റെഡ്ഡി ഫൗണ്ടേഷനിലേക്ക് നൽകും. 25 വർഷത്തിന് ശേഷം മമ്മൂട്ടി തെലുങ്കിലേക്ക് തിരികെ എത്തുന്ന ചിത്രമാണ് യാത്ര. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന YSR റെഡ്ഡിയായാണ് മമ്മൂട്ടി വേഷമിടുന്നത്. മഹി വി രാഘവ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഫെബ്രുവരി 8 തിയേറ്ററുകളിലെത്തും. സുഹാസിനി, ജഗപതി ബാബു, അനസൂയ, റാവു രമേശ്, കൃഷ്ണകുമാർ തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാളികളുടെ അഭിമാന താരങ്ങളിൽ ഒരാളാണ് മമ്മൂട്ടി. വ്യത്യസ്തമായ സിനിമകളുമായി മുന്നേറുകയാണ് താരം. പ്രമേയത്തിലെ വ്യത്യസ്തതയാണ് താരത്തെ ആകർഷിക്കുന്നത്. കൈനിറയെ സിനിമകളുമായി മുന്നേറുകയാണ് മമ്മൂട്ടി. നിരവധി സിനിമകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താരത്തെ വിമർശിച്ചവർ പോലും അദ്ദേഹത്തിന്റെ സിനിമയ്ക്കായി ക്യൂ നിൽക്കുന്ന സ്ഥിതിവിശേഷമാണിപ്പോൾ. നീണ്ട നാളത്തെ ഇടവേള അവസാനിപ്പിച്ച് വീണ്ടും തമിഴിലേക്കും തെലുങ്കിലേക്കും എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി. നവാഗതരെന്നോ പരിചയസമ്പന്നരെന്നോ നോക്കാതെയാണ് താരം സിനിമകൾ സ്വീകരിക്കാറുള്ളത്. താരത്തിന്റെ പിന്തുണയെക്കുറിച്ച് പലരും വാചാലരാകാറുണ്ട്. നവാഗത സംവിധായകരുടെ സിനിമകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താരത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് പലരും എത്തിയിരുന്നു. പ്രമേയത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് മമ്മൂട്ടി വ്യക്തമാക്കിയിരുന്നു. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് താരം തെലുങ്കിലേക്ക് എത്തിയത്. 3 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിനിടയിൽ 70ഓളം സംവിധായകരെയാണ് താൻ പരിചയപ്പെടുത്തിയതെന്ന് മമ്മൂട്ടി പറയുന്നു. അടുത്തിടെ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇതേക്കുറിച്ച് വ്യക്തമാക്കിയത്. പല സംവിധായകരുടെയും കരിയർ ബ്രേക്ക് ചിത്രമായി മാറിയ സിനിമകളും മമ്മൂട്ടിയുടേതായിട്ടുണ്ട്. അത്തരത്തിലുള്ള സിനിമകളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. 1. മറവത്തൂർ കനവ്. മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകരിൽ ഒരാളായ ലാൽ ജോസ് തുടക്കം കുറിച്ചത് ഈ ചിത്രത്തിലൂടെയായിരുന്നു. ശ്രീനിവാസനാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത്. അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്നും ഡയറക്ടറിലേക്കുള്ള ലാൽ ജോസിന്റെ ചുവടുവെപ്പ് കൂടിയാണ് ഈ സിനിമ. സിനിമയിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച വിജയമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. ബ്ലെസ്സി എന്ന സംവിധായകന്റെ മികച്ച സിനിമകളിലൊന്നാണ് കാഴ്ച. മമ്മൂട്ടിയെ നായകനാക്കി സിനിമയൊരുക്കിയാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. 2004 സിനിമ റിലീസ് ചെയ്തത്. പത്മപ്രിയയുടെ ആദ്യ മലയാള സിനിമ കൂടിയാണിത്. 15 വർഷത്തിനു ശേഷം കൊച്ചുണ്ടാപ്രിയെ മമ്മൂട്ടി സന്ദർശിച്ചിരുന്നു. ഇവരുടെ കൂടിക്കാഴ്ചയ്ക്കിടയിലെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ബോക്സ് ഓഫീസിൽ നിന്നും ഗംഭീര വിജയം സ്വന്തമാക്കിയ സിനിമയ്ക്ക് 4 പുരസ്കാരമായിരുന്നു സംസ്ഥാന അവാർഡിൽ ലഭിച്ചത്. പോക്കിരി രാജ. മമ്മൂട്ടിയും പൃഥ്വിരാജും സഹോദരന്മാരായി എത്തിയ സിനിമയാണ് പോക്കിരി രാജ. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയൊരുക്കിയ സിനിമയിൽ രാജയായാണ് മമ്മൂട്ടി എത്തിയത്. അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങളും സംഭാഷണങ്ങളുമാണ് പ്രധാന ഹൈലൈറ്റ്. 2010 ഈ സിനിമ റിലീസ് ചെയ്തത്. ഇപ്പോഴത്തെ സിനിമയുടെ 2ാം ഭാഗത്തിന്റെ ചിത്രീകരണം പുരോഗമിച്ചു വരികയാണ്. സഹോദരനായ ജയ്യാണ് ഇത്തവണ എത്തുന്നത്. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ പ്രധാനപ്പെട്ട സിനിമകളിലൊന്നാണ് രാജമാണിക്യം. തിരുവനന്തപുരം ഭാഷയുമായാണ് മെഗാസ്റ്റാർ എത്തിയത്. ബെല്ലാരി രാജ എന്ന പോത്ത് കച്ചവടക്കാരനായാണ് മമ്മൂട്ടി എത്തുന്നത്. അൻവർ റഷീദിന്റെ സിനിമാ ജീവിതത്തിലും ഏറെ പ്രധാനപ്പെട്ട സിനിമയാണിത്. ആദ്യ സിനിമയിലൂടെ തന്നെ ഗംഭീര വിജയമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. സ്റ്റൈലിഷ് കഥാപാത്രമായി മമ്മൂട്ടി എത്തിയ സിനിമയാണ് ബിഗ് ബി. ബോക്സ് ഓഫീസിൽ നിന്നും ഗംഭീര വിജയം നേടിയില്ലെങ്കിലും ടെലിവിഷനിലേക്ക് എത്തിയപ്പോൾ മികച്ച സ്വീകരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ബെസ്റ്റ് ആക്ടർ. മാർട്ടിൻ പർക്കാട്ടിന്റെ ആദ്യ സിനിമ മമ്മൂട്ടിക്കൊപ്പമായിരുന്നു. നടനാവാനുള്ള പരിശ്രമവുമായി നടത്തുന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തിയത്. 2010 ബെസ്റ്റ് ആക്ടർ റിലീസ് ചെയ്തത്. ദി ഗ്രേറ്റ് ഫാദർ. ഹനീഫ് അദനി എന്ന സംവിധായകൻ അരങ്ങേറിയ ദി ഗ്രേറ്റ് ഫാദറിലൂടെയാണ്. മികച്ച സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും ഗംഭീര വിജയം നേടാനും ഈ ചിത്രത്തിന് കഴിഞ്ഞിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.